കണ്ണാടിക്കൽ ഗ്രാമത്തെ ആകെ നനച്ചൊരു കണ്ണീർ മഴ പെയ്തു തുടങ്ങിയിട്ട് ഇന്നേക്ക് 14 നാൾ. കാത്തിരിപ്പിന്റെയും പ്രതീക്ഷയുടെയും തോരാമഴ. 4 മക്കളിൽ അർജുൻ രണ്ടാമനായിരുന്നു. ഉത്തരവാദിത്തത്തിന്റെ ചുമടേറ്റി 20 വയസ്സിൽ വളയം പിടിച്ചു തുടങ്ങി. ലോറിയുമായി നാടുവിട്ടു നിൽക്കുമ്പോഴെല്ലാം ഒരു ഫോൺ കോളിനിപ്പുറത്ത് കുടുംബത്തെ അർജുൻ നെഞ്ചോട് ചേർത്തു. അന്ന് ആ വിളിയെത്താൻ വൈകിയപ്പോഴാണ് കുടുംബത്തിന്റെ നെഞ്ചുലഞ്ഞത്. അതിനിടെ ആശങ്കയുടെ കരിനിഴൽ പടർത്തി ഷിരൂരിലെ അപകട വാർത്തയെത്തി. അർജുൻ ലോറിയുമായി വരുന്ന വഴിയെന്ന് സുഹൃത്ത് സമീറിന്റെ തീർച്ചപ്പെടുത്തൽ. അർജുന് ഒന്നും സംഭവിക്കല്ലേ എന്ന പ്രാർത്ഥനയ്ക്കിടയിലും കുടുംബം ഷിരൂർ പോലീസുമായി ബന്ധപ്പെട്ടു. അപകട സാധ്യത അറിയിച്ചു. ഫോൺ വിളിച്ചിട്ട് കിട്ടാതെ ആയപ്പോഴാണ് അപ്പോൾ അമ്മ ഒരാളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെ വിളിച്ച് നോക്കിയപ്പോഴാണ് അവിടെ മണ്ണിടിച്ചിലുണ്ടായി എന്നുള്ളത് അവർ പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കിട്ടുന്നില്ല. പിന്നെ രാത്രിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ന്യൂസ് കാണുന്നത്, ഇങ്ങനെ അപകടത്തിൽ ആൾക്കാരുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഇവർ അവിടുത്തെ പോലീസുകാരായിട്ട് ബന്ധപ്പെട്ടു. അവിടെ മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ആൾക്കാരൊക്കെ പോയി അവിടെ. അപകടം വാർത്തയായതും ഇടപെടലുണ്ടായതും ദിവസങ്ങൾക്കിപ്പുറം. അർജുൻ സുരക്ഷിതനെന്ന് കേൾക്കാൻ കുടുംബം കണ്ണുനട്ട് കാത്തിരുന്ന ദിനരാത്രങ്ങൾ. സൈന്യത്തിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ച നിമിഷങ്ങൾ. അതിൻ്റെ ഉള്ളിലുള്ള എൻ്റെ മോനാണ്. ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അമ്മയും ഭാര്യയും മോനും ഫ്രണ്ട്സാണ്. അതിനിടെ കുടുംബത്തിന്റെ വാർത്താ സമ്മേളനം എഡിറ്റ് ചെയ്തു മാറ്റി സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിച്ച് ചിലരുടെ ക്രൂര വിനോദങ്ങൾ. പ്രതിസന്ധികൾ ഓരോന്നു കടന്നു പോകുമ്പോഴും അർജുന്റെ ഭാര്യയും അമ്മയും സഹോദരിയും ഉൾപ്പെടെ പ്രതീക്ഷ കൈവിടുന്നില്ല. നമ്മൾ അന്ന് ഓരോ നിമിഷം ഇപ്പം കിട്ടും. അപ്പം എന്തുകൊണ്ട്